ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചും ദളിത് പാന്തേഴ്സിനെ കുറിച്ചും പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട ജനകീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, ആന്റി അറാക്ക് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ഇവയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഭാരതീയ കിസാൻ യൂണിയനെ കുറിച്ച് പറയാം. 1980കളിലെ കർഷക പ്രക്ഷോഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ. 1970കൾക്ക് ശേഷം ഇന്ത്യൻ സമൂഹത്തിൽ സാമൂഹികമായ അസംതൃപ്തി പടർന്നു പിടിച്ചു. വികസന പ്രക്രിയയിലൂടെ ചില നേട്ടങ്ങൾ കൈവരിച്ച വിഭാഗങ്ങൾ പോലും ഗവൺമെന്റിനും രാഷ്ട്രീയ കക്ഷികൾക്കുമെതിരെ ഒട്ടേറെ പരാതികളുമായി മുന്നോട്ടു വരികയുണ്ടായി. 1980കളിൽ അലയടിച്ച കർഷക സമരം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സമ്പന്ന കർഷകർ നടത്തിയ ഒരു സമരമായിരുന്നു അത്. ഇതിന്റെ വളർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1988 ജനുവരിയിൽ യുപിയിലെ മീററ്റ് നഗരത്തിൽ ഏതാണ്ട് 20,000 കർഷകർ ഒത്തുകൂടുകയും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനത്തെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയുണ്ടായി. ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ അവർ 3 ആഴ്ച സത്യാഗ്രഹം നടത്തി. ഒടുവിൽ കർഷകരുടെ ആവശ്യം അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവേണ്ടതായി വന്നു. തികഞ്ഞ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു കർഷക പ്രക്ഷോഭമായിരുന്നു അത്. സമരക്കാർക്ക് ആവശ്യമായ ഭക്ഷണം ഗ്രാമങ്ങളിൽ നിന്നും എത്തിച്ചിരുന്നു. പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ കരുത്ത് പ്രകടിപ്പിച്ച ഒന്നായിരുന്നു ഈ മീററ്റ് പ്രക്ഷോഭം. പശ്ചിമ യുപിയിലെയും ഹരിയാനയിലെയും കർഷകർ ഒത്തുചേർന്ന് രൂപം നൽകിയ ഭാരതീയ കിസാൻ യൂണിയനിലെ അംഗങ്ങളായിരുന്നു ഇതിലെ സമരക്കാരായി ഉണ്ടായിരുന്നത്. ഹരിത വിപ്ലവം എന്ന സർക്കാർ നയം മൂലം 1960കളുടെ ഒടുവിൽ പഞ്ചാബ്, ഹരിയാന, പശ്ചിമ യുപി എന്നിവിടങ്ങളിലെ കർഷകർ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. ഇതിനുശേഷം ഈ ഒരു മേഖലയില് പ്രധാന നാണ്യവിളകളായി കരിമ്പും ഗോതമ്പും മാറുകയുമുണ്ടായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണ പ്രക്രിയ ആരംഭിച്ചതിനാൽ 1980കളിൽ നാണ്യവിള കമ്പോളത്തിൽ പ്രതിസന്ധി ഉടലെടുക്കുകയുമുണ്ടായി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ രൂപീകരിക്കുന്നത്. ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, കരിമ്പിന്റെയും ഗോതമ്പിന്റെയും തറവില ഉയർത്തണം എന്നുള്ളതായിരുന്നു. കാർഷികോൽപ്പന്നങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണം എടുത്തു കളയണമെന്നും കിസാൻ യൂണിയൻ ആവശ്യപ്പെടുകയുണ്ടായി. വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും കാർഷിക വായ്പകൾ എഴുതി തള്ളണമെന്നും കർഷകർക്കായി പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാജ്യത്തെ മറ്റു കർഷക സംഘടനകളും സമാനമായ ആവശ്യങ്ങളുമായി മുന്നോട്ടു വരികയുണ്ടായി. മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന കർഷക പ്രക്ഷോഭത്തെ ഭാരതീയ യുദ്ധമായി ചിത്രീകരിച്ചു. അതായത് നാഗരിക വ്യവസായ മേഖലകൾക്കെതിരെ ഗ്രാമീണ കാർഷിക മേഖല നടത്തുന്ന ഒരു യുദ്ധം എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ വികസന മാതൃകയിൽ കൃഷിക്കാണോ വ്യവസായത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന ആലോചനകൾ 1980കളിൽ വീണ്ടും സജീവമായി. പ്ലാനിങ്ങിന്റെ സമയത്ത് ഉണ്ടായിരുന്ന തന്നെ രണ്ടാം പദ്ധതി കഴിഞ്ഞതിന് ശേഷം 2 കാര്യങ്ങളാണ് പ്രശ്നം ഉണ്ടായത്. ഒന്ന്, കൃഷിക്കാണോ വ്യവസായത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത്, അതേപോലെ തന്നെ പ്രൈവറ്റ് മേഖലയ്ക്കാണോ പബ്ലിക് മേഖലയ്ക്കാണോ പൊതുമേഖലയ്ക്കാണോ അതോ സ്വകാര്യ മേഖലയാണോ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളൊരു 2 ഡിസ്കഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം 1980കളിൽ വീണ്ടും സജീവമാവുകയാണ് ഉണ്ടായത്. കൃഷിക്കാണോ വ്യവസായത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന ആലോചന വീണ്ടും വന്നു. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നയങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഒരു ഭീഷണിയായപ്പോഴാണ് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം വീണ്ടും ഉണ്ടാകുന്നത്. ആഗോളീകരണവും ജനപ്പെരുപ്പവും നഗരവൽക്കരണവും ജീവിതശൈലിയിലെ വ്യതിയാനങ്ങളും കൃഷിയെ തകർത്തു. എന്നാൽ ഇപ്പോൾ ജൈവ കൃഷിയിലേക്കും സാധാരണ കൃഷി ജീവിതത്തിലേക്കും സമൂഹം തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി ഭാരതീയ കിസാൻ യൂണിയന്റെ പ്രധാന സവിശേഷതകൾ, അവരുടെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ അവരുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പലവിധ സമ്മർദ്ദ തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു. റാലികൾ, പ്രകടനങ്ങൾ, കുത്തിയിരിപ്പ് സത്യാഗ്രഹം, ജയിൽ നിറയ്ക്കൽ, അങ്ങനെ പല തന്ത്രങ്ങളും ഇവര് പ്രയോഗിച്ചിരുന്നു.
പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു. പിന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇവര് വമ്പിച്ച റാലികളും നടത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെ ദേശീയ തലസ്ഥാന നഗരിയിലും ഇവര് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കർഷകരുടെ ജാതീയ ബന്ധങ്ങളായിരുന്നു ഇത്തരം ബഹുജന പ്രക്ഷോഭങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഉണ്ടായിരുന്നത്. കിസാൻ യൂണിയനിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഒരേ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പരമ്പരാഗതമായ ജാതീയ പഞ്ചായത്തിനെ കരുവാക്കിയിട്ടായിരുന്നു ഇത്തരം റാലികളെല്ലാം നടത്തിയിരുന്നത്. കിസാൻ യൂണിയൻ ഒരു ഔപചാരിക സംഘടനയൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും ദീർഘകാലം നിലനിൽക്കാനായിട്ട് ഈ കിസാൻ യൂണിയന് സാധിച്ചു. കാരണം ഈ ജാതീയ ബന്ധങ്ങൾ തന്നെയായിരുന്നു. ഈ ജാതി സംവിധാനം വഴിയായിരുന്നു പ്രക്ഷോഭത്തിന് ആവശ്യമായിട്ടുള്ള പണങ്ങളും വിഭവവും ഒക്കെ കണ്ടെത്തിയിരുന്നത്. 1990കളുടെ ആരംഭത്തിൽ കിസാൻ യൂണിയൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും അകന്നു നിന്നു. വെറും സഖ്യബലം കൊണ്ട് മാത്രം അതൊരു സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിച്ചു പോന്നു. കിസാൻ യൂണിയനും വിവിധ സംസ്ഥാനങ്ങളിലെ മറ്റു കർഷക സംഘടനകളും ചേർന്ന് നടത്തിയ സമരങ്ങളുടെ ഫലമായി കർഷകർക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പലതും നേടിയെടുക്കാനായി സാധിച്ചു. 1980കളിലെ ഏറ്റവും വിജയകരമായ ഒരു സാമൂഹ്യ പ്രസ്ഥാനമായി കർഷക പ്രസ്ഥാനം രൂപാന്തരം പ്രാപിക്കുകയും ഉണ്ടായി. ഇന്ത്യയിലെ സമ്പദ് സമൃദ്ധമായ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്നവരായിരുന്നു. ഈ കിസാൻ യൂണിയനിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ കമ്പോളത്തിൽ വിറ്റഴിക്കാവുന്ന നാണ്യവിളകളാണ് കൃഷി ചെയ്തിരുന്നത്. ഭാരതീയ കിസാൻ യൂണിയനെ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കർഷക സംഘടനകളും ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അവരുടെ അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത്. ഓരോ മേഖലയിലെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മേധാവിത്വം സ്ഥാപിച്ചിരുന്നവരാണ് ഈ കർഷക സംഘടനകളിലെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റൈറ്റ് സംഘം എന്നിവ ഇത്തരം കർഷക സംഘടനകൾക്കുള്ള പ്രധാന ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ പ്രധാന നേതാക്കള് ഭാരതീയ കിസാൻ യൂണിയന്റെ പ്രധാന നേതാക്കൾ ഉണ്ടായിരുന്നത് ടിക്കായത്തും യുദ്ധവീർ സിംഗും ആയിരുന്നു. ഇത്രയാണ് ഭാരതീയ കിസാൻ യൂണിയനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തത് ദേശീയ മത്സ്യത്തൊഴിലാളി ഫോറത്തെ കുറിച്ചാണ് പറയുന്നത്. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ആ പേരിൽ തന്നെ ഉണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒന്നാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, NFF എന്നുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ കടലോരങ്ങളിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഉള്ളത്. അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ മത്സ്യബന്ധനം തന്നെയാണ്. മത്സ്യബന്ധനം യന്ത്രവൽക്കരിക്കാനും ട്രോളിംഗ് വ്യാപനമാക്കാനും സർക്കാർ അനുവദിച്ചതോടെ ഈ പരമ്പരാഗത മത്സ്യപ്പിടുത്തക്കാർ ഒരുപാട് ദുരിതത്തിലായി. അവരെ തൊഴിൽ രഹിതരാക്കാനുള്ള സർക്കാർ നയങ്ങൾക്കെതിരെ അവർ സംഘടിതമായി പോരാടാനും തുടങ്ങി. സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ചിന്താശൂന്യമായ നടപടികൾ മൂലം ദുരിതത്തിലായത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായിരുന്നു. മത്സ്യബന്ധനം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലായതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിച്ചു. സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഈ സംഘടനകൾ പിന്നീട് ഒന്നിക്കുകയും നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം NFF രൂപീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. 1991 NFF കേന്ദ്ര സർക്കാരുമായി നിയമയുദ്ധം നടത്തുകയും ആഴക്കടൽ മീൻപിടുത്ത നയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുകയും ചെയ്തു. ആഗോള കുത്തകകൾക്ക് നമ്മുടെ കടൽ തുറന്നുകൊടുത്തു. അവർ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ മത്സ്യസമ്പത്ത് കൊയ്തെടുക്കാനും തുടങ്ങി. ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ അന്തിമമായി NFF വിജയിക്കുകയും ചെയ്തു. ഈ മേഖലയിൽ നിക്ഷേപം നടത്തുന്നവരെ സംരക്ഷിക്കാനായിരുന്നില്ല, മറിച്ച് നാടൻ വഞ്ചികളും വലകളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടാണ് NFF പ്രവർത്തിച്ചിരുന്നത്. സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനായി NFF കേന്ദ്ര സർക്കാരുമായി നിരന്തരം പോരാടുകയും ചെയ്തു. 2002 മത്സ്യത്തൊഴിലാളികൾ ദേശവ്യാപകമായി സമരം നടത്തി. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിനായി ആഗോളതലത്തിലുള്ള സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുമുണ്ടായി. ഇത്രയാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറത്തെ കുറിച്ച് പറയാനുള്ളത്.
ജനകീയ പ്രസ്ഥാനമാണ് ആന്റി അറാക്ക് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ മേഖലയിൽ വ്യത്യസ്തമായി തുടക്കം കുറിച്ച ഒരു സമരമായിരുന്നു ഈ ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ളത്. അവിടുത്തെ മദ്യവ്യാപാരം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പറ്റം സ്ത്രീകൾ സ്വമേധയാ മുന്നോട്ട് വന്ന് സംഘടിപ്പിച്ച ഒരു സമരമായിരുന്നു ഈ ആന്റി അറാക്ക് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ളത്. തെലുങ്കാന പത്രങ്ങളിൽ ഇത്തരം പ്രക്ഷോഭങ്ങളുടെ കഥകൾ സ്ഥിരമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ആന്ധ്രാപ്രദേശ് തലസ്ഥാനത്തു നിന്നും വളരെ അകലെയുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും മദ്യവ്യാപാരത്തിനും മാഫിയയ്ക്കും അന്നത്തെ ഗവൺമെന്റിനും എതിരായി ഗ്രാമീണ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി. ആന്ധ്രയിലെ ഈ ചാരായ വിരുദ്ധ പ്രസ്ഥാനം സ്ത്രീ സാക്ഷരതയിലുണ്ടായ മുന്നേറ്റത്തിന്റെ ഫലം കൂടിയായിട്ടാണ് ഉണ്ടായത്. ഇതിന്റെ ഒറിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിൽപ്പെട്ട ദുബുഗുണ്ട എന്ന കുഗ്രാമത്തിലെ സ്ത്രീകൾ 1990കളുടെ തുടക്കത്തിൽ വയോജന വിദ്യാഭ്യാസ പരിപാടിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ക്ലാസ്സിൽ നടത്തുന്ന ചർച്ചകൾക്കിടയിൽ തങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർ അമിതമായി വാറ്റുചാരായം ഉപയോഗിക്കുന്നതായി ചില സ്ത്രീകൾ പരാതിപ്പെട്ടു. മദ്യപാനശീലം ഗ്രാമത്തിൽ അപ്പാടെ വ്യാപിച്ചിട്ടുണ്ടെന്നും അത് അവരെ കായികമായും മാനസികമായും തളർത്തുന്നുണ്ടെന്നും സ്ത്രീകൾ പറഞ്ഞു. ഈ പ്രദേശത്തെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ഈ മദ്യപാനശീലം സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അവർ പറയുകയുണ്ടായി. മദ്യപാനശീലം മൂലം പുരുഷന്മാർ പണിക്ക് പോകാതായതോടുകൂടി കടബാധ്യതകളും കൂടിക്കൂടി വന്നു. അത് കടങ്ങൾ വാങ്ങിക്കാന്നല്ലാണ്ട് അത് തിരിച്ചു വീട്ടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. പണിക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ കടം വീട്ടാനുള്ള ഒരു പ്രാപ്തിയും അവർക്ക് ഉണ്ടായിരുന്നില്ല. ചാരായ കച്ചവടം കുത്തകയാക്കുന്നതിനായി കരാറുകാർ തമ്മിൽ നടത്തുന്ന ഏറ്റുമുട്ടലുകളും വർദ്ധിച്ചു വന്നു. ഈ ചാരായ കച്ചവടം മൂലം ഏറ്റവും അധികം കഷ്ടപ്പെട്ടിരുന്നത് അവിടുത്തെ സ്ത്രീകളായിരുന്നു. പുരുഷന്മാർ വരുമാനം മുഴുവൻ മദ്യശാലകളായി ചെലവഴിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, മദ്യപിച്ച് ബോധമില്ലാതെ വന്ന് അവർ സ്ത്രീകളെ മർദ്ദിക്കാനും ആരംഭിച്ചു. മദ്യമാഫിയയ്ക്ക് അറുതി വരുത്താൻ വേണ്ടി സ്ത്രീകൾ തീരുമാനിച്ചു. ഈ സമരം നെല്ലൂർ ജില്ലയിലാകെ വ്യാപിച്ചു. സ്ത്രീകൾ സ്വമേധയാ മുന്നോട്ട് വന്ന് മദ്യഷാപ്പുകൾ പൂട്ടിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഏതാണ്ട് 5000-ഓളം ഗ്രാമങ്ങളിലെ സ്ത്രീകൾ യോഗം ചേർന്ന് മദ്യനിരോധന പ്രമേയങ്ങൾ പാസാക്കി. അത് കളക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. നെല്ലൂർ ജില്ലയിലെ ചാരായ ലേലം 14 തവണ നീട്ടിവെച്ചു. ഈ മദ്യവിരുദ്ധ സമരം ആന്ധ്രയിലാകെ പടർന്നു പിടിച്ചു. ചാരായ വിൽപ്പന നിരോധിക്കുക എന്നതായിരുന്നു ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രധാന മുദ്രാവാക്യമുണ്ടായിരുന്നത്. എന്നാൽ ലളിതമായ ഈ ആവശ്യം വിശാലമായ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു. സ്ത്രീകളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചവയായിരുന്നു അവയെല്ലാം. കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയത്തിനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. രണ്ടും മദ്യത്തെ ചുറ്റുപറ്റി നിൽക്കുന്നവയാണ്. മദ്യവിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതി ഗവൺമെന്റിന് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുത്തു. അതിനാൽ മദ്യവിൽപ്പന നിരോധിക്കാൻ ഗവൺമെന്റും തയ്യാറായില്ല. സ്ത്രീകൾ അവരുടെ മദ്യവിരുദ്ധ സമ്മേളനങ്ങളിൽ ഇത്തരം സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. മദ്യപാനം മൂലമുണ്ടാകുന്ന ഗാർഹിക പീഡനത്തെക്കുറിച്ചും അവർ പരസ്യമായി ചർച്ച ചെയ്തു. വീട്ടിലെ അതിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇതൊരു വേദിയായി മാറി. അങ്ങനെ മദ്യവിരുദ്ധ പ്രസ്ഥാനം വനിതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുകയാണ് ഉണ്ടായത്. ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധന പ്രശ്നം, ജോലിസ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഊർജിതമായ ചർച്ചകൾ നടന്നു. പക്ഷെ അതൊക്കെ സമൂഹത്തിലെ നാഗരികമായ മധ്യവർഗത്തിന്റെ വേവലാതികളായിരുന്നു. ഇവരുടെ പ്രയത്നഫലമായി സ്ത്രീകളോടുള്ള അനീതി, ലിംഗപരമായ വിവേചനം എന്നിവ വളരെ സങ്കീർണ സ്വഭാവമുള്ളവയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ലൈംഗികാതിക്രമങ്ങളായിരുന്നു 1980കളിൽ വനിതാ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയമായി ഉണ്ടായിരുന്നത്. വീടിനകത്തും പുറത്തും സ്ത്രീകൾ വേട്ടയാടപ്പെട്ടു. അതുകൊണ്ട് ഇടത്തരക്കാർ സ്ത്രീധന സമ്പ്രദായത്തിനെതിരായി ഒരു പ്രക്ഷോഭം പടുത്തുയർത്തി. ലിംഗസമത്വം ഉറപ്പു നൽകുന്ന വ്യക്തിപരവും സാമ്പത്തികവുമായ നിയമനിർമ്മാണത്തിനായി അവർ മുറവിളി കൂട്ടി. സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സാമൂഹ്യബോധം വളർത്തിയെടുക്കുന്നതിന് ഈ ഒരു പ്രക്ഷോഭം വളരെയധികം സഹായകമായിട്ടുണ്ട്. വനിതാ പ്രസ്ഥാനങ്ങളുടെ സ്ഥിരാകേന്ദ്രം ക്രമേണ നിയമപരമായ പരിഷ്കാരങ്ങളിൽ നിന്ന് സാമൂഹ്യമായ ഏറ്റുമുട്ടലുകളിലേക്ക് വ്യതിചലിച്ചു. തൽഫലമായി സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം ലഭിക്കണമെന്ന ആവശ്യം 1990കളിൽ ഉയർന്നു വന്നു. 73-74 ഭരണഘടനാ ഭേദഗതികൾ തദ്ദേശ സ്വയംഭരണ
സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തി. നമ്മൾ അന്ന് +1 പറഞ്ഞിട്ടുള്ളതാണ്. 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും അന്ന് പറയുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതേപോലെ നഗരങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തി. കേരളത്തിൽ ത്രിതല പഞ്ചായത്തിൽ 50% സംവരണം ലഭിക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. കേരളം ഇന്ത്യക്ക് ഒരു മാതൃകയായി എന്നൊരു ഉദാഹരണം കൂടിയാണ് ഈ സംവരണം എന്നുള്ളത്. നിയമസഭകളിലും പാർലമെന്റിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഇന്നും ലഭിച്ചിട്ടില്ല. ഈ ത്രിതല പഞ്ചായത്തിലെ സംവരണം ഉണ്ടെങ്കിൽ പോലും നിയമസഭകളിലും പാർലമെന്റിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അതിനുള്ള ഭരണഘടനാ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള പിന്തുണയൊന്നും ലഭിച്ചിരുന്നില്ല. ഇന്നും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്നും നിയമസഭയിലും പാർലമെന്റിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മൾ 3 ജനകീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, കർഷകരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഭാരതീയ കിസാൻ യൂണിയൻ. രണ്ടാമത്തെ, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ദേശീയ മത്സ്യത്തൊഴിലാളി ഫോറം, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. പിന്നെ മദ്യവ്യാപാരം നിരോധിക്കുന്നതിന് വേണ്ടി ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ആന്റി അറാക്ക് മൂവ്മെന്റ്. ഇത്രയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.